ആപ്കി അദാലത്തിൽ കേരളത്തിന്റെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരായ കുറ്റാരോപണം. ഇദ്ദേഹം ഇസ്ലാമിനെ കുറിച്ച് ഒരു കൺഫ്യൂഷൻ സൃഷ്ടിക്കുന്നു. ആരിഫ് സാർ, ദേശത്തുള്ള മിക്കവാറും മുസ്ലിം പള്ളികളിൽ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഈ യൂണിഫോം സിവിൽ കോഡ് മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ളതാണെന്ന് പലരും പറയുന്നുണ്ട്. ഇതുകൊണ്ട് മുസ്ലിങ്ങൾക്കാണ് നഷ്ടം, അതുകൊണ്ട് ഒരിക്കലും ഇത് അംഗീകരിക്കാൻ പാടില്ലെന്നും പലരും പറയുന്നു. താങ്കൾ ഇത് അംഗീകരിക്കുന്നില്ല, ഇത് പ്രയോജനമുള്ളതാണെന്ന് പറയുന്നു. യൂണിഫോം സിവിൽ കോർട്ടിൻ്റെ അതിൽ എന്തെല്ലാം ഏർപ്പാടാണ് നടന്നിട്ടുള്ളതെന്ന് വെളിച്ചത്തേക്ക് വന്നിട്ടേ ഇല്ല. ഇനിയും നമുക്ക് മുന്നിൽ അത് എത്തിയില്ലെങ്കിൽ ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? അതുകൊണ്ട് എന്ത് ലാഭം ഉണ്ടാകുമെന്നും പറയാൻ പറ്റില്ല. ഇന്നും ഒരു സിദ്ധാന്തമായിട്ടാണ് അതിനെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്കൊരു സിദ്ധാന്തം തന്നിട്ടുണ്ട്, അതുമാത്രമല്ല നമുക്ക് ഒരു സമയവും തന്നിട്ടുണ്ട്. അതുമാത്രമല്ല ഇത് പ്രാബല്യത്തിൽ കൊണ്ടുവരണോ വേണ്ടയോ എന്ന് ഗവൺമെന്റിന്റെ അടുത്ത് ഒരു വലിയ ഉത്തരവാദിത്തം തന്നെ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു സത്യപ്രതിജ്ഞ കൊടുത്തതിന് ശേഷം ഈ സിദ്ധാന്തത്തെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ സ്ഥാപിതമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. എല്ലാവരും ഇതിനെ എതിർക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നോക്കൂ, ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഒരു പള്ളിക്ക് പുറത്ത് QR കോഡ് വെച്ചിരിക്കുന്നു. ആ QR കോഡിൽ നോക്കുകയാണെങ്കിൽ ഇതിനെതിരായിട്ട്, അതായത് UCCക്ക് എതിരായി പള്ളിയിലേക്ക് വരുന്ന ഓരോ മുസ്ലിമും അത് ലോ കമ്മീഷനിലേക്ക് അയക്കണം. അവർ പറയുന്നത് 4 കോടി ജനങ്ങൾക്ക് മേൽ സംസാരിച്ചു കഴിഞ്ഞു. അവരുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ യാതൊരു വിധത്തിലും ഇത് അംഗീകരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. 2017 സൈറ ബാനുവിന്റെ കേസ് കോർട്ടിൽ വന്നിരുന്നു. അവർ വാലിഡിറ്റി ഓഫ് ട്രിപ്പിൾ തലാഖിനെ ചാലഞ്ച് ചെയ്തിരുന്നു. ഉടനെ തന്നെ സുപ്രീം കോർട്ട് പുറപ്പെടുവിച്ചത് ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രൊവിഷൻസിനെ വയോലേറ്റ് ചെയ്തതല്ല, അതുപോലെ തന്നെ ഖുറാനിലും ഇതിനെക്കുറിച്ചൊന്നും എഴുതിയിട്ടില്ല. അപ്പോൾ തന്നെ എല്ലാവരും അതിനെക്കുറിച്ച് എതിർത്തു. അതിൻ്റെ അവസാനം എന്തായെന്ന് വെച്ചാൽ സുപ്രീം കോർട്ട് എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, ഞങ്ങൾ എന്ത് ചെയ്യണമോ അത് ഞങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ ഒരു മാസത്തിനുള്ളിൽ പാർലമെന്റിൽ ഒരു ഫിഗർ വച്ചിരുന്നു. 500-നും അതിലും കൂടുതൽ ഫിഗർ വന്നിരുന്നു. അതായത് സുപ്രീം കോർട്ടിന്റെ അറിയിപ്പ് വന്നതിന് ശേഷം. അതിനുശേഷം അതായത് നമ്മുടെ PM അദ്ദേഹം തന്നെ ഒരു ഇനീഷ്യേറ്റീവ് എടുത്തു. ഒരു ബിൽ ലോകസഭയിൽ പാസ്സായി. 2019 മുതൽ 2023 വരെ എത്തിയിരിക്കുകയാണ്. എത്ര വർഷം കടന്നുപോയി? ഈ 4 വർഷത്തിൽ നിങ്ങൾക്കൊന്ന് പറയാൻ പറ്റുമോ? മുസ്ലിം സമൂഹത്തിനെ എടുത്തു നോക്കുകയാണെങ്കിൽ തലാഖിന്റെ കാര്യത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. 95% തലാഖ് ബാൻ ചെയ്തിട്ടില്ല. തലാഖിനെ ആരും റെസ്ട്രിക്ട് ചെയ്തിട്ടില്ല. ട്രിപ്പിൾ തലാഖിനെയാണ് റെസ്ട്രിക്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് 95% മുകളിൽ ഡൈവോഴ്സിന്റെ കാര്യങ്ങൾ കുറവുണ്ടായത്. ഇതുകൊണ്ട് ആർക്കാണ് ലാഭമുള്ളത്? ഡൈവോഴ്സ് കിട്ടിയ ഉടനെ നടറോട്ടിൽ വന്ന് നിൽക്കുന്ന സ്ത്രീകൾക്ക് മാത്രമല്ല ലാഭം ഉണ്ടായത്, അതിലും കൂടുതൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ചെറിയ കുഞ്ഞു കുട്ടികൾ ഈ ഡൈവോഴ്സ് കാരണം കൊണ്ട് ചെറിയ ചെറിയ കുട്ടികളുടെ ഭാവി ഇരുട്ടിലാണ്ടുപോയി. അവർക്കൊക്കെ ലാഭം ഉണ്ടായില്ലേ? അതിൽ നമ്മൾ വലുതായിട്ട് കാണുന്നത്. അതുമാത്രമല്ല ഇതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് ഒരുപാട് നഷ്ടം സംഭവിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ലാഭം ഉണ്ടായോ നഷ്ടം ഉണ്ടായോ? അതായത് ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ വെറും 4 വർഷമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി ഒരു 40 വർഷം കൂടി അങ്ങ് പോകട്ടെ. 40 വർഷത്തിന് ശേഷം റിസൾട്ട് നോക്കിക്കോ. ആ സമയത്ത് PM-നെ ഒരു ദൈവത്തെ പോലെ കാണും. ആരും ചെയ്യാത്തതാണ് അദ്ദേഹം ചെയ്തു കാണിച്ചത്. 1000 വർഷത്തിനു മുമ്പ് ഇതെല്ലാം നടക്കണമായിരുന്നു. മുസ്ലിം സ്ത്രീകൾ ഭയങ്കര നരകവേദനയാണ് അനുഭവിച്ചത്. കുട്ടികൾക്കും അത് ബാധകമായി. നടുറോട്ടിലേക്ക് വന്നു. ഒരുപാട് ഡൈവോഴ്സും നടന്നിരുന്നു. ഈ കാരണം കൊണ്ട് തന്നെ ചെറിയ കുട്ടികളുടെ ഭാവി ഇരുട്ടിൽ മൂழ்കിപ്പോയി. കുടുംബങ്ങൾ ചിന്നിച്ചിതറിപ്പോയി. ഇതൊക്കെ 40 വർഷത്തിന് ശേഷം മനസ്സിലാകും. ഇത് ഒരുപാട് മാറ്റങ്ങൾ തന്നെ സംഭവിക്കും. ഒരു വലിയ മാറ്റം തന്നെ കൊണ്ടുവന്ന് ജനങ്ങളും ഇത് അംഗീകരിക്കും. 40 വർഷത്തിന് ശേഷമുള്ള ജനങ്ങൾക്ക് വിട്ടുകൊടുക്കൂ. മുസ്ലിങ്ങൾക്ക് നഷ്ടം ഏർപ്പെടുന്ന ഇപ്പോഴും കപിൽ സിബൽ സുപ്രീം കോടതിയിൽ ഒരു ആർഗ്യുമെന്റ് നടത്തിയിരുന്നു. ഇപ്പോഴും കപിൽ സിബൽ മൈതാനത്തിൽ തന്നെ ഉണ്ട്. അദ്ദേഹം പറയുന്നു, നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും യൂണിഫോം സിവിൽ കോഡും ചേർത്ത് രാഷ്ട്രീയത്തിന് വേണ്ടി ചെയ്യുന്നു, വോട്ടിന് വേണ്ടിയാണ് അത് ചെയ്യുന്നത്. അതേസമയം യൂണിഫോം സിവിൽ കോഡ് എന്താണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലും PM-ന് അറിയില്ലാത്രേ. ഇത് ട്രിപ്പിൾ തലാഖ് കേസാണെന്ന് അദ്ദേഹത്തിന് അറിയില്ലാത്രേ. കപിൽ സിബൽ സാറ് എപ്പോ മുസ്ലിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാനാണ് വന്നിരുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം ട്രിപ്പിൾ തലാഖിന്റെ കാര്യത്തിൽ ഒരു വാദവും നടന്നിരുന്നു. ട്രിപ്പിൾ തലാഖ് വേണമെന്ന് തന്നെ പറഞ്ഞു. ഇതിലെല്ലാം കോർട്ട് തലയിടാൻ പാടില്ല എന്നും പറഞ്ഞു. എങ്ങനെയാണ് അദ്ദേഹം തുടങ്ങിയതെന്നറിയോ? അത് വെച്ച് തന്നെ ഞാൻ പറയാം. ഈ ട്രിപ്പിൾ തലാഖ്
പെണ്ണുങ്ങൾക്ക് അപമാനപൂർവമാണെന്നും ഇത് അന്യായമാണെന്നും എക്സെട്ര എക്സെട്ര. അതിനുശേഷമാണ് അദ്ദേഹം വാദം തന്നെ വെച്ചത്. ഇത് മാത്രമല്ല, ഇവിടെ ഒരുപാട് കാര്യങ്ങൾ അന്യായമായി നടക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ അത് സ്ത്രീകൾക്ക് വേണ്ടി നല്ലതിനല്ല. പിന്നെന്തിനാ നിങ്ങൾ ഇത് മാത്രമായിട്ട് ഇല്ലാതാക്കുന്നതെന്ന് ചോദിക്കുന്നു. പക്ഷേ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കറിയാം. ട്രിപ്പിൾ തലാഖ് സ്ത്രീകൾക്ക് അപമാനമാണെന്ന് പറഞ്ഞാൽ ഇത് അന്യായമാണെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷവും ഇവര് ട്രിപ്പിൾ തലാഖിനെ വിവാദിക്കുന്നു. അപ്പോ ഇത് രാഷ്ട്രീയമല്ലേ? ഇതാണോ രാഷ്ട്രീയം? അവരിതിനെ മറുപടി പറയട്ടെ. ആദ്യം യൂണിഫോം സിവിൽ കോഡ് എന്താണെന്ന് എല്ലാവരും മനസ്സിലാക്കണം. അത് അത്യാവശ്യമല്ലേ? എന്ത് പ്രൊവിഷൻ അതിലുണ്ട്? ഇതെല്ലാം ജനങ്ങൾക്ക് അറിയാത്തത് കൊണ്ട് ഓരോരുത്തരും ഓരോ രീതിയിലാണ് സംസാരിക്കുന്നത്. ബദ്രുദ്ദീൻ അജ്മൽ സർ മെമ്പർ ഓഫ് പാർലമെന്റ് ആണ്. അസമിലെ ഒരു വലിയ ലീഡറാണ്. ഇന്ത്യയിൽ യൂണിഫോം സിവിൽ കോഡ് പ്രാബല്യത്തിൽ വരികയാണെങ്കിൽ അദ്ദേഹം സാരി കെട്ടാൻ തുടങ്ങുമെന്ന്. അദ്ദേഹം 5 വർഷത്തേക്ക് താടി വളർത്തുമെന്ന്. 5 വർഷത്തിന് ശേഷം ആ താടി വടിച്ചു കളയും. 5 വർഷം മാംസം കഴിക്കും, 5 വർഷം മാംസം കഴിക്കില്ലെന്ന്. അതായത് ഈ ചോദ്യത്തിന് ഞാൻ ഉത്തരം തരേണ്ട കാര്യമൊന്നുമില്ല. ദേ മറുപടി ഇവിടുന്ന് തന്നെ വന്നല്ലോ. ഈ കാര്യങ്ങളൊന്നും എടുക്കണ്ടേ? നമുക്കെന്തിനാ ഈ കാര്യങ്ങളൊക്കെ? ഇതിനു വേണ്ടി എന്തിനാ നമ്മൾ കമന്റ് കൊടുക്കുന്നേ? ഒരു മൗലാന എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ UCC വരികയാണെങ്കിൽ മുസ്ലിംസിന് നിക്കാഹ് നടക്കില്ല, അവരും അഗ്നിക്ക് വലം വെക്കണമെന്ന്. സഹോദര, ബ്രദർ, എൻ്റെ ഉറ്റ സുഹൃത്തെ, കേരളത്തിലുള്ള ഹിന്ദുസ് പോലും 7 പ്രാവശ്യം വരില്ല എന്ന് പറയുന്നു. യൂണിഫോം ഹിന്ദു കോർട്ടിൽ പാസ്സായതിനു ശേഷവും ഒരു നിയമമായിട്ട് വന്നതിന് ശേഷവും സിഖ് ബ്രദറും അതേ നിയമത്തിൽ തന്നെ അടങ്ങിക്കൂടിയിരിക്കുകയാണ്. പക്ഷെ അവർ നേരെ പോകുന്നത് ഗുരുദ്വാറിലേക്കാണ്. അവിടെയാണ് കല്യാണം നടക്കുന്നത്. നമ്മുടെ ജെയിൻ ബ്രദേഴ്സ്, അവർക്കും ഒരു സ്റ്റൈല് തന്നെയുണ്ട്. ഒരു കാര്യം ഞാൻ തെളിയിച്ചു പറയാം. ഇന്നത്തെ ഗവൺമെന്റ് ആയാലും വേറെ ഗവൺമെന്റ് ആയാലും 1000 നിയമങ്ങൾ വന്നിട്ടും 1000 ഗവൺമെന്റ് വന്നു പോയാലും നമ്മുടെ ഇന്ത്യയുടെ ആചാരം ഏകം സദ് വിപ്ര ബഹുദ വദന്തി. ബഹുദാവിൻ്റെ കലാചാരമാണ് ഇന്ത്യയുടെ കലാചാരം. നമ്മൾ ബഹുദാവിനെ നമുക്ക് സഹിക്കാൻ പറ്റിയിട്ടില്ല. ഡൈവേഴ്സിറ്റി, നമ്മൾ ഡൈവേഴ്സിറ്റി ബഹുദാവിനെ നമ്മൾ അതുകൊണ്ട് ആഘോഷിക്കുകയാണ്. നമ്മളത് ശരിക്കും ആദരിക്കുകയാണ്. ഭാരതദേശയോ സ്ത്രീയ പുരുഷോ നാനാ വർണ്ണ പ്രകീർത്തിതേ നാനാദേവ അർച്ചനേ യുക്ത നാനാ കർമാണി കുർവതേ. ഭാരതത്തിലെ സ്ത്രീകളുടെയും ഭാരതത്തിലെ ആണുങ്ങളുടെയും അവരുടെ സ്കിന്നൊക്കെ വെവ്വേറെയാണ്. അവരാണെങ്കിൽ വേറെ വേറെ ദൈവങ്ങളെയും ആരാധിക്കുന്നു. അവരുടെ വഴിപാടുകൾ തന്നെ വേറെ വേറെയാണ്. ലോകത്തിലെ ഏതൊരു ശക്തിയെയും രാഷ്ട്രീയം വിട്, ഈ ഭാരതത്തിന്റെ ആചാരം ആരെക്കൊണ്ട് നശിപ്പിക്കാൻ പറ്റില്ല. ഈ കലാചാരം, ഈ ലോകം, എല്ലാ ആചാരങ്ങളും ഇപ്പോൾ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ഇത് 150 വർഷം കഴിഞ്ഞാൽ കാണാം. ഇന്ത്യ ഇപ്പോൾ കലാചാരങ്ങളുടെ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. ഡൈവേഴ്സിറ്റിയെ അവർ ബഹുമാനിക്കുന്നുണ്ട്. ബഹുമാനം മാത്രമല്ല, അത് അവർ മര്യാദപൂർവ്വം അംഗീകരിക്കുന്നുണ്ട്. ഏകം സദ് വിപ്ര ബഹുദ വദന്തി. വെറും ഇത് മാത്രമല്ല, ആകാശാത് പതിതം തോയ യഥാ വെച്ചതി സാഗരം സർവദേവ നമസ്കാര കേശവം പ്രതി ഗച്ഛതി. നീ ദൈവത്തിന് എന്ത് പേര് വേണമെങ്കിലും വെച്ചോ, എങ്ങനെ വേണമെങ്കിലും നീ പൂജ ചെയ്തോ, എല്ലാം ഒരു സ്ഥലത്ത് തന്നെ ചേരുള്ളൂ. പക്ഷേ അദ്ദേഹത്തിന് നിന്നെക്കൊണ്ട് പേര് വെക്കാൻ പറ്റില്ല. ഏത് പേരിൽ വേണമെങ്കിലും ആരാധിച്ചോ. ഈ നാട് കലാചാരങ്ങളെ കൊണ്ട് ആഘോഷിക്കുകയാണ്. ഈ ആചാരം കലാചാരമായിട്ട് തന്നെ ഇങ്ങനെ ഇരിക്കില്ല. അതുകൊണ്ട് കലാചാരങ്ങൾക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. UCC ഓരോരുത്തരും അവരവരുടെ ആംഗിളിൽ നിന്നാണ് നോക്കുന്നത്. ജിമിത്ത് ഉൽമ ഹിന്ദിന്റെ നേതാവ് മൗല ഹർഷത് മഗ്നി അദ്ദേഹം പറയുന്നത്, ഞങ്ങൾക്ക് 4 വിവാഹങ്ങൾ കഴിക്കാം. UCC വന്നാൽ ഈ അധികാരമെല്ലാം നഷ്ടപ്പെടുമെന്നും, ഞങ്ങൾ മുസ്ലിംസ് 80 വയസ്സിൽ പോലും നല്ല സ്ട്രോങ് ആയിരിക്കുമെന്നും, പക്ഷെ സ്ത്രീകൾ 30 വയസ്സിൽ യൂസ്ലെസ് ആയി മാറുമെന്നും. വേണ്ട, കയ്യും അടിക്കേണ്ട, ആരും ചിരിക്കുകയും വേണ്ട. ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് വളരെ സങ്കടം തോന്നുന്നുണ്ട്. ഇതെല്ലാം ഒരു ഭാഷയാണോ? ഇദ്ദേഹം സംസാരിക്കുന്നത് കേട്ട് സങ്കടം തോന്നുന്നുണ്ട്. അതായത് വയസ്സായിട്ടുള്ള ഒരാള് ഈ ഭാഷ തന്നെ ഉപയോഗിക്കാമോ? അതുമാത്രമല്ല, ഈ 4 കല്യാണത്തെക്കുറിച്ചും അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. നിങ്ങളൊന്ന് പണി ചെയ്യുക, ഖുർആനൊന്ന് എടുത്ത് വായിക്ക്. സൂറൈ നിസ സെക്ഷൻ 3, 4. അനാഥ കുട്ടികൾക്ക്, വിധവകൾക്ക്, അതിൽ അനാഥ സ്ത്രീകളെക്കുറിച്ച് ശരിക്കും വർണ്ണിച്ചെഴുതിയിട്ടുണ്ട്.
ഒരു സമയത്ത് ഒരു യുദ്ധം തന്നെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞുടനെ ആണുങ്ങളുടെ എണ്ണം വളരെ കുറഞ്ഞുപോയി. അപ്പോൾ ഒരുപാട് വിധവകളുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ എടുത്തു പറയുന്നത് ജർമ്മനി കേസാണ്. വേൾഡ് വാറിന് ശേഷം നടന്നത്. അപ്പോൾ അവർ സ്ത്രീകളോടായിട്ട് പറഞ്ഞു, എത്ര മണിയിൽ പ്രസവിച്ചോളൂ, ഞങ്ങൾക്ക് ആക്ഷേപമില്ല. ആരാണ് അധികം കുട്ടികളെ പ്രസവിക്കുന്നത് അവർക്ക് ഞങ്ങൾ രാഷ്ട്രീയ മര്യാദ തന്നെ കൊടുക്കും. എന്താ അങ്ങനെ ആയെന്ന് വെച്ചാൽ അപ്പോഴത്തെ സിറ്റുവേഷൻ അതായിരുന്നു. ആണുങ്ങളുടെ പോപ്പുലേഷൻ തന്നെ കുറഞ്ഞു. ഇതുപോലെ തന്നെ അഹദ്പൂറിന് ശേഷം ഒരു വലിയ നാശം തന്നെ സംഭവിച്ചു. അപ്പോഴും അനുവാദം കൊടുത്തിരുന്നു. പക്ഷേ എന്ത് കാരണം കൊണ്ടാണ് ഇതൊക്കെ അനുവദിച്ചത്? വിധവകൾക്ക് വേണ്ടിയും അനാഥ കുട്ടികൾക്ക് വേണ്ടിയും ഒരു സെക്യൂരിറ്റി കിട്ടാൻ വേണ്ടി തന്നെയാണ് ഇത് അനുവദിച്ചത്. പക്ഷേ എങ്ങനെയാണ് ഇത് അറിയപ്പെട്ടത്? നിങ്ങൾക്കും ഇതുപോലെ ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. നിങ്ങൾ അവർക്ക് ന്യായം കൊടുക്കണം, നീതി കൊടുക്കണം. ഖുറാനിലുള്ള ചാപ്റ്റർ വായിച്ചുകൊണ്ടേ വന്നാൽ അതിനെക്കുറിച്ച് അറിയാം. ഈ മനുഷ്യരെ കൊണ്ട് തീർച്ചയായിട്ടും ഇതൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അതുകൊണ്ട് ഭാര്യമാർക്ക് മാപ്പ് കൊടുക്കാൻ പറ്റില്ല എന്ന്. ഇതിന്ന് എന്ത് മനസ്സിലായി? സൂക്ഷിച്ച് കേട്ടോ, അവരുപദേശിക്കുകയാണ്. ഇത് നോക്കിയേ, ഇപ്പോൾ സിറ്റുവേഷൻ വളരെ മോശമായുള്ളതുകൊണ്ട് നിന്നെ ഞങ്ങൾ അനുവദിക്കുകയാണ്. തീർച്ചയായിട്ടും നീ ഇതിന് അർഹതപ്പെട്ടവനേ അല്ല. ന്യായം കിട്ടാൻ വേണ്ടി തന്നെയാണ് നിന്നെ ഇതിന് അനുവദിക്കുന്നത്. പക്ഷേ തീർച്ചയായിട്ടും നിന്നെക്കൊണ്ട് പറ്റില്ല എന്നുള്ളത് അറിയാവുന്നതാണ്. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. അത് 100 വ്യക്തമായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. വന്ദിഹുൽ ഹയാമ മിം ഹും. നിനക്കൊരു കല്യാണം കഴിക്കണമെങ്കിൽ അവൾ ഇതിനു മുമ്പ് വേറൊരു കല്യാണം കഴിച്ചിരിക്കാൻ പാടില്ലാത്തതാണ്. ഞാനും ഇത് തന്നെ കേട്ടതല്ലേ. ഞാനും കേട്ടു ഇൻസ്ട്രക്ഷൻസ്. അതായത് ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നില്ലേ, ഈ കാര്യം പഠിപ്പിക്കുന്നവരുടെ അടുത്ത് പോയി ഞാൻ ചോദിച്ചു, ഈ ഇൻസ്ട്രക്ഷൻസ് വെറും ആണുങ്ങൾക്ക് മാത്രമാണോ? അതായത് കല്യാണം കഴിക്കാത്ത പെണ്ണുങ്ങളെയാണ് അവർ കല്യാണം കഴിക്കേണ്ടത്, അല്ലെങ്കിൽ ഈ ഇൻസ്ട്രക്ഷൻസ് സ്ത്രീകൾക്കുമുണ്ടോ? അതായത് കല്യാണം കഴിക്കാത്ത ആണുങ്ങളെയാണോ കല്യാണം കഴിക്കേണ്ടത്? അവർ പറഞ്ഞ ധാർമ്മിക രീതിയിൽ 2 പേർക്കും ചേരുന്നതാണ്. ശരി, ധാർമ്മിക രീതിയിൽ 2 പേർക്കും സമമാണെങ്കിൽ അപ്പോൾ ഈ 4 കല്യാണത്തിനുള്ള അനുവാദം ആരാ കൊടുത്തത്? അതിനുള്ള അധികാരമില്ലല്ലോ. പക്ഷേ മുസ്ലിംസിന് 4 കല്യാണം കഴിക്കാനുള്ള അനുവാദം ഉണ്ടല്ലോ. അനുവാദമുണ്ട്. ഈ അനുവാദത്തിൽ ചില ഒഴിച്ചുകൂടാൻ പറ്റാത്ത സമയത്ത് ചെയ്യാവുന്നതാണ്. എമർജൻസിയിൽ, അതായത് സഹിക്കാൻ പറ്റാത്ത സമയത്തൊക്കെ ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അനുവാദം തരുന്നതാണ്. പക്ഷേ കണ്ടീഷൻ നോർമലായുള്ളപ്പോൾ ഇതിനൊന്നും അനുവാദം കിട്ടില്ല, പെർമിഷനേ ഇല്ല. പക്ഷേ OVC സാറില്ലേ, അദ്ദേഹം വേറൊരു ആംഗിളിലാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. ആരാണ് ചെയ്യാൻ പോകുന്നത്? ഒരു കല്യാണം കഴിച്ചാൽ ഞങ്ങളെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, അപ്പോഴാണോ 2 3 അതോ, ഈ 4 കല്യാണമൊക്കെ കഴിക്കാന്ന് പറഞ്ഞവരില്ലേ, അവരുടെ അടുത്ത് എന്ന് പറയേ. സത്യത്തിൽ ഇവിടുത്തെ പ്രശ്നം എന്താന്ന് വെച്ചാൽ അത് ഞാൻ പറയാം. അത് ഡൈവേഴ്സ് അലൗഡ് ആണ്. മുത്തലാഖ് അധികാരം എടുത്തു മാറ്റി. അതുകൊണ്ട് ഭയം വളരെ കുറഞ്ഞുപോയി. നിങ്ങളത് ചെയ്തില്ല എന്ന് വെച്ചോ, അപ്പം പിന്നെ ഈ അധികാരത്തിന് നിങ്ങൾ കയ്യിൽ വെച്ചിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ പെണ്ണിൻ്റെ തലയിൽ ഒരു കത്തി തൂങ്ങിക്കൊണ്ട് കിടക്കണമല്ലോ അത്രേ. അപ്പോഴല്ലേ അവളെ ഇടയ്ക്കിടയ്ക്ക് പേടിപ്പിച്ച് ഉറപ്പിക്കാൻ പറ്റുള്ളൂ അല്ലേ? നീ മര്യാദയ്ക്ക് നടന്നില്ല എങ്കിൽ, അതായത് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഇവിടെ ഒന്നും സംഭവിച്ചില്ല എങ്കിൽ, അതുകൊണ്ട് എനിക്ക് വീണ്ടും ഒരു കല്യാണം കഴിക്കാമല്ലോ. അവർ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഈ ഹലാലയുടെ പ്രൊവിഷനില്ലേ, അത് സ്ത്രീകൾക്ക് കൂടുതൽ ബഹുമാനം നൽകുന്ന ഒന്നാണെന്ന്. അതോടൊപ്പം തലാക്ക് കൊടുക്കാനും ഭയപ്പെടും. അതായത് ഞാൻ പേടിക്കണോ? എൻ്റെ അറിവ് നോക്കി ശരിയാണെങ്കിൽ ആപ്കി അദാലത്തിൽ നിങ്ങളുടെ അടുത്ത് സോറി പറയുന്നതായിരിക്കും നല്ലത്. കാരണം ഞാൻ ഈ കാര്യത്തിൽ ഇടപെടാനില്ല. ഇനിയിപ്പോൾ ഇതിനെക്കുറിച്ച് എന്തു പറയാനാ? നിങ്ങളുടെ അതിർത്തി കഴിഞ്ഞു പോകുന്നു. ഈ ഹലാല ഇതെന്താ സ്ത്രീകൾക്ക് മര്യാദയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്? അതായത് ഡൈവേഴ്സ് ചെയ്ത പെണ്ണെ വേറൊരുത്തനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുക. അവളെന്ത് ചെയ്യുന്ന വെച്ചാൽ വീണ്ടും അവനെ ഡൈവേഴ്സ് ചെയ്യും. പിന്നെ പോയിട്ട് അവളുടെ ആദ്യത്തെ ഭർത്താവിനെ പോയി കെട്ടും. ഇതൊക്കെ മര്യാദയാണോ? അവർ പറഞ്ഞ സെന്റൻസ് ഇതാണ്: ഒരു സ്ത്രീക്ക് ഹലാല നടന്നാൽ അവളെ ഡിവോഴ്സ് ചെയ്യാൻ പേടിക്കുമെന്ന്. ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ തലാക്ക് കൊടുക്കാമെന്ന് ഖുറാനിൽ വ്യക്തമായിട്ട് തന്നെ എഴുതിയിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് 3 മാസമല്ലേ തരുന്നുള്ളൂ. ആദ്യത്തെ സ്റ്റെപ്പ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അടുത്ത സ്റ്റെപ്പ് വന്നിട്ട് ശരിക്കും നന്നാക്കി മനസ്സിലാക്കി കൊടുക്കുക. 3ാമത്തെ സ്റ്റെപ്പ് എന്താന്ന് വെച്ചാൽ 2 ഭാഗത്ത് നിന്നും പ്രായമാർ വന്നിരിക്കണം, അവരാണ് മധ്യസ്ഥത വഹിക്കേണ്ടതും. ഇതൊക്കെ ഫെയിലായി കഴിഞ്ഞാൽ ഇപ്പൊ തലാക്ക് കൊടുക്കുക. പക്ഷെ തലാക്ക് കൊടുത്താലും 3 മാസം വരെ നിങ്ങൾ ഒരുമിച്ച് വേണം കഴിയാനായിട്ട്. ഇതൊക്കെ ഖുറാനിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ. അതോടെ ഈ 3 മാസത്തിനുള്ളിൽ ശാരീരികമായോ മാനസികമായോ അടുത്തില്ല എങ്കിൽ തലാക്ക് അങ്ങനെ തന്നെ ക്യാൻസൽ ആവും. 3 മാസം കഴിഞ്ഞതിന് ശേഷവും നിങ്ങൾക്ക് വേർപിരിഞ്ഞാലും നിക്കാഹ് കഴിക്കാവുന്നതാണ്. ഇപ്പോൾ ഖുറാനിൽ വ്യക്തമായി തന്നെ എഴുതിയിട്ടുണ്ട്. പിന്നെ എന്തിനാ തലാക്ക് കൊടുക്കുന്നത്? നിങ്ങൾക്ക് ഹലാൽ അപ്പോൾ ആവശ്യമുണ്ടായിരുന്നു. ഉദാഹരണത്തിന് സാമ്പാറിൽ കുറച്ച് ഉപ്പ് കൂടിപ്പോയെന്ന് പറഞ്ഞ് ഡൈവേഴ്സ് കൊടുക്കും. എന്നിട്ട് പിന്നെ ഇന്ന് കരഞ്ഞുകൊണ്ടിരിക്കും. എനിക്ക് ഡൈവേഴ്സ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നില്ല, അന്ന് വഴക്ക് പറയാനായിരുന്നു ആഗ്രഹം. ഇതുപോലെ ഒരുപാട് കേസുകളുണ്ട്.
അതായത് ഏതൊരു നിയമത്തെയും ഇസ്ലാമികൾക്കെന്ന് ന്യായീകരിക്കാൻ പറ്റില്ല. അവരെ കൊണ്ട് ഖുറാനെ അപമാനിക്കാൻ പറ്റുമോ? ഈ ട്രിപ്പിൾ തലാഖിനെ കുറിച്ച് ഖുറാനിലൊന്നും എഴുതിയിട്ടില്ല. പക്ഷേ ഇതൊക്കെ നടന്നുകൊണ്ടേയിരിക്കുകയാണല്ലോ. പക്ഷേ ഈ ശരീഅത്ത് നിയമങ്ങളില്ലേ, അത് ഭരണഘടനയേക്കാൾ മുകളിലാണ്. അങ്ങനെയാണോ? ഗോവയിലെ യൂണിഫോം സിവിൽ കോർട്ട് ഉണ്ടല്ലോ, അവിടുത്തെ മുസ്ലിംസിനെയൊക്കെ കണ്ടിട്ടുണ്ടോ? അവിടുത്തെ യൂണിഫോം സിവിൽ കോർട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ? നിക്കാഹ് ചെയ്യേണ്ട അഗ്നിക്ക് വലം വെച്ച് വന്ന് നിന്റെ മൃതശരീരം കുഴിച്ചു മൂടരുത്, അല്ല കത്തിച്ച് കളയണമെന്ന് പറഞ്ഞിട്ടുണ്ടോ നിങ്ങളൊക്കെ? ഹിന്ദുക്കളാണ് ഇതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹിന്ദുസിലെ ചില കമ്മ്യൂണിറ്റീസ് ഉണ്ട്, അവർ മൃതദേഹങ്ങൾ ഒന്നും തന്നെ കത്തിക്കില്ല, അവർ മൃതദേഹം കുഴിച്ചു മൂടാണ് ചെയ്യുന്നത്. ഞാൻ വീണ്ടും പറയുകയാണ്, നമ്മുടെ കലാചാരത്തെ കുഴിച്ചു മൂടാൻ പറ്റില്ല എന്ന്. ഒരു ആപത്തും സംഭവിക്കില്ല. ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഇതാ വീണ്ടും പറയുകയാണ്, ഈ നാട് കലാചാരങ്ങളെ ആഘോഷിക്കുകയാണ്. അവർ മറ്റൊരു കാര്യം കൂടി പറയുന്നു. യൂണിഫോം സിവിൽ കോഡ് എന്തിനാണ് ഇത്ര ധൃതി പിടിച്ച് കൊണ്ടുവരുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇലക്ഷൻ അടുത്തു വരുന്നു, BJP ഇതിനെ പോളറൈസ് ചെയ്യാൻ നോക്കുന്നു, പബ്ലിസിറ്റി ചെയ്യാൻ നോക്കുന്നു, ഹിന്ദുവിനെയും മുസ്ലിമിനെയും പിരിക്കാൻ വേണ്ടിയാണ് ഇത് കൊണ്ടുവരുന്നതെന്ന്. അത് കൊള്ളാം. ഇതാണ് കാരണമെങ്കിൽ ഈ പോളറൈസേഷനെ തടുത്തു നിർത്താൻ എന്താണ് ഒരു മാർഗം? നിങ്ങൾ എല്ലാവരും ചേർന്ന് വന്ന് ഇവിടെ നിൽക്ക്, യൂണിഫോം സിവിൽ കോഡ് വരണമെന്ന് പറയേ, അതോടെ പോളറൈസേഷൻ അവസാനിച്ചല്ലോ. പറയുകയാണെങ്കിൽ പോളറൈസേഷന് വേണ്ടിയിട്ട് നിങ്ങൾ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് പോളറൈസേഷനിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ല, ഞങ്ങൾ ജീവിക്കുന്ന വിധം തന്നെ വേറെ വിധത്തിലാണെന്ന് നിങ്ങൾ പറയുന്നത്. അല്ല, ഈ പോളറൈസേഷനെ കുറിച്ച് ആരാ സംസാരിക്കുന്നത്? ഇത് ഭയങ്കര എളുപ്പമുള്ളൊരു പണിയല്ലേ? ഇവർ വന്നിട്ട് പോളറൈസേഷന് വേണ്ടിയിട്ട് ശ്രമിക്കുകയാണെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ അത് തടുത്തു നിർത്താൻ വളരെ എളുപ്പമല്ലേ? നിങ്ങൾ വന്നിട്ട് ഗവൺമെൻറ് മുമ്പിലൊന്ന് നിൽക്ക്, പറയുക കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷൻ ഉണ്ടെന്ന്, ഇവിടെ ഒരു ഗംഭീര UCCയെ കൊണ്ടുവരാൻ പറഞ്ഞിട്ട്. ഇതൊക്കെ ഞാൻ പറയട്ടെ, ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു ജോലിയാണ്. നിങ്ങളുടെ ധാർമ്മിക ചിന്തകൾക്ക് യാതൊരു കോട്ടവും തട്ടാതെ തന്നെ സൂക്ഷിക്കണം. ഈ നിയമത്തിൽ അതിൽ യാതൊരു സ്ഥാനവും കൊടുക്കരുത്. അതാണ് ശ്രദ്ധിക്കേണ്ടത് പ്രധാനമായിട്ടും. ധാർമ്മിക ചിന്തകൾ ശരിക്കും നടക്കുന്നത് ആരും അത് തടുത്തു നിർത്താൻ തന്നെ പാടില്ല, അത് ശ്രദ്ധിക്കേണ്ടതാ. ഉദാഹരണത്തിന് പറയുകയാണ്, ഒരു മുസൽമാൻ ഭർത്താവാണെങ്കിൽ തൻ്റെ ഭാര്യ ശാരീരികമായി അടുക്കുന്നതിന് മുമ്പ് മെഹർ കൊടുക്കേണ്ടതായിട്ട് വരും. ഇപ്പൊ ഈ UCC മുസ്ലിം ഭർത്താവിൻ്റെ അടുത്ത് ചെന്നിട്ട് ഭാര്യയ്ക്ക് പണം കൊടുക്കരുതെന്ന് പറയുമോ? കുറച്ചും കൂടി കൂടുതലേ കൊടുക്കാനേ പറയൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്താ കാര്യം? അതായത് റിയാലിറ്റി ആരോട് വേണമെങ്കിലും നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിക്കോ. അതായത് പെണ്ണും പയ്യൻ വന്ന് ആ പെണ്ണിൻ്റെ അടുത്ത് ആദ്യമായിട്ട് പോകുന്നത് തൻ്റെ ഭാര്യയുടെ അടുത്ത്, അവൻ്റെ ആദ്യത്തെ വാക്കെന്തായിരിക്കും എന്നറിയോ? എന്നോട് ക്ഷമിക്കണം. അവളും വെൽ പ്രിപ്പയർഡ് ആയിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. എന്താണെന്ന് വെച്ചാൽ അവളും കല്യാണം കഴിഞ്ഞപ്പോഴല്ലേ വന്നിരിക്കുന്നത്. അത്രയ്ക്ക് പ്രിപ്പയർഡ് ആയിരിക്കും അവർ. ഞാനും മാപ്പ് കൊടുത്തു. പക്ഷേ ഈ പ്രശ്നങ്ങളൊക്കെ എപ്പോഴാണ് വരുന്നതെന്നറിയോ? അവരിലുള്ള റിലേഷൻഷിപ്പ് നശിക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. എപ്പോഴാണോ ഡൈവേഴ്സ് കൊടുക്കുന്നത് അപ്പോൾ അവർ പറയും മെഹർ തന്നിട്ടില്ല എന്ന്. എന്താ ഇതൊക്കെ? ശാരീരികമായി അടുക്കുന്നതിന് മുമ്പാണ് മെഹർ കൊടുക്കുന്നത്. ഇതിനെക്കുറിച്ചൊന്നും ആരും സംസാരിക്കില്ലല്ലോ, മെഹർ വേണമെന്ന്. ഇപ്പോൾ UCC വന്നാൽ തന്നെ മുസ്ലിം ആണുങ്ങളോട് ചെന്ന് മെഹർ കൊടുക്കണ്ടെന്ന് പറയുമോ? ഇല്ല. എത്രയാണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൽ കൂടുതൽ തരാൻ പറയും. ഇവിടെ എന്താ പ്രശ്നമുള്ളത്? സ്ത്രീകളുടെ അവകാശങ്ങളെക്കുറിച്ച് മുഫ്തി സലീം അഷ്റം കാസ്മി, അദ്ദേഹം ദേവബന്ദിലാണ്, അദ്ദേഹത്തിൻ്റെ സംഭാഷണം ഞാൻ കേട്ടു. അദ്ദേഹം പറയുന്നു, സ്ത്രീകൾക്ക് ഡൈവോഴ്സ് കൊടുക്കാനുള്ള അധികാരം നൽകിയിട്ടില്ല, കാരണം സ്ത്രീകൾ എല്ലാ കാര്യത്തിലും ധൃതി പിടിക്കുന്നവരാണെന്ന്, പെട്ടെന്ന് തീരുമാനം എടുക്കുമെന്ന്. ശരി, ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ. ഇസ്ലാം എന്ന പേരിൽ പാകിസ്ഥാൻ ഉണ്ടായി, ശരിയല്ലേ? ഉണ്ടായോ ഉണ്ടായില്ലേ? അതുമാത്രമല്ല, പാകിസ്ഥാനിൽ ഇപ്പോൾ എത്ര പാർട്ടികളുടെ പേര് നിങ്ങൾ പറഞ്ഞുവോ, ഈ പാർട്ടി മുഴുവനും പാകിസ്ഥാനിലാണ് ഉള്ളത്. ദേവ്ബന്ദി സ്കൂളിൻ്റെ പാകിസ്ഥാനിൽ ഒരുപാട് മദ്രസകളുണ്ട്. ഒരു കാര്യം മാത്രം കണ്ടുപിടിക്കാൻ, എപ്പോൾ അയൂബ് ഖാനും മിസ്സസ് ഫാത്തിമ ജിന്നത്തിനും ഇടയിൽ നടന്ന ഇലക്ഷൻ, അപ്പോൾ ഈ മുഴുവൻ ധാർമ്മികവും എന്ത് പറയാനാ പാർട്ടികളുണ്ടല്ലോ, ബമേ ജമാഅത്തെ ഇസ്ലാമിക്, ജമീഅത്ത് ഉൽമ, ഇവരൊക്കെ ആർക്കാണ് സപ്പോർട്ട് ചെയ്തത്? പെട്ടെന്ന് തീരുമാനമെടുക്കുന്ന പാർട്ടിക്ക് വേണ്ടിയാണ് സപ്പോർട്ട് ചെയ്തത്. ഇത് സ്ത്രീകളെ അപമാനിക്കുന്ന പോലെയല്ലേ? ഇതുപോലുള്ള ഭാഷ ഉപയോഗിക്കുന്നത് ഖുർആൻ എപ്പോഴും പറയുന്നുണ്ട്, ഈ പുരുഷനും സ്ത്രീയും ഒരേ തത്വത്തിലാണ് ഉണ്ടായിരിക്കുന്നതെന്നുള്ളത്. സ്ത്രീകൾ വളരെ സോഫ്റ്റായിട്ടുള്ളവരാണ്. അവരുടെ അടുത്ത് വളരെ സോഫ്റ്റായിട്ട് വേണം പെരുമാറാൻ. പെട്ടെന്ന് വികാരഭരിതരാകും.
ഒരു മനുഷ്യനെ എത്ര അപമാനിച്ച് സംസാരിച്ചാലും അവൻ അത് അത്ര വലിയ കാര്യമായിട്ടൊന്നും എടുക്കില്ല. പക്ഷേ ഒരു സ്ത്രീയെ നിങ്ങൾ അങ്ങനെ അപമാനിച്ച് സംസാരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ സോഫ്റ്റ് ആയിട്ടുള്ളവരാണ്. അവരുടെ മനസ്സിന് വളരെ വിഷമമുണ്ടായിരിക്കും. അവർ മുഖം നോക്കുന്നൊരു കണ്ണാടി പോലെയാ. ഒരു കണ്ണാടി സൂക്ഷിക്കുന്ന പോലെ നമ്മൾ അവരെ സൂക്ഷിച്ചു വെക്കണം. അത്രയ്ക്ക് ശ്രദ്ധാപൂർവം. എത്രത്തോളം കാര്യങ്ങളുള്ള ഇവർക്ക് നമ്മൾ എങ്ങനെയാണ് മറുപടി കൊടുക്കേണ്ടത്? ചിലർ താങ്കളോട് ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. കേരളയുടെ CM എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഗവൺമെന്റ് 1 കൾച്ചർ 1 നേഷൻ കൊണ്ടുവരാൻ പോകുന്നു എന്നാണ്. താങ്കൾ കേരളയുടെ ഗവർണറാണ്. താങ്കൾക്ക് ഇതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ഈ കാര്യത്തെക്കുറിച്ച് ഞാൻ നേരത്തെ സംസാരിച്ചിരുന്നു. ഇതുപോലുള്ള നിയമങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് ഒരുപാട് കൊണ്ടുവരേണ്ടതുണ്ട്. എന്നിട്ട് 1000 വർഷം കാത്തിരുന്നു. നമ്മൾ ഇവിടെ വന്നിട്ട് 1 നേഷൻ, പിന്നെ 1 കൾച്ചർ, കസ്റ്റംസ്, റിച്വൽസ്, ഹാബിറ്റ്സ്, കലാചാരങ്ങൾ, ഹാബിറ്റ്സ്, പ്രാക്ടീസസ് എന്തൊക്കെ കൊണ്ടുവന്നാലതൊക്കെ ഫെയിലായി പോവും. ഇവിടെ നിന്ന് അത് വർക്കൗട്ട് ആവില്ല. നമ്മുടെ നാടിനെക്കുറിച്ച് ശരിക്കും അറിഞ്ഞിരിക്കണം. ഉദാഹരണത്തിനൊരു കാര്യം പറയാം. കുടുംബത്തിലെ അച്ഛനും അമ്മയ്ക്ക് ജനിച്ച കുട്ടികൾ രണ്ട് സിസ്റ്റേഴ്സ്. ഒരുത്തി ശനിയാഴ്ച വ്രതമായിരിക്കും, വേറൊരുത്തി തിങ്കളാഴ്ച വ്രതമായിരിക്കും. അതിനുവേണ്ടി നിങ്ങൾ വഴക്കുണ്ടാക്കുമോ? ഒരു സഹോദരൻ ഹനുമാൻ ക്ഷേത്രത്തിലേക്ക് പോവും, മറ്റൊരു ബ്രദർ ശിവൻ ക്ഷേത്രത്തിലേക്ക് പോവും. ആരെ തടഞ്ഞു നിർത്തും? ഇവിടെ എന്താ ഒരു കൾച്ചറുള്ളൂ? സ്വാമി വിവേകാനന്ദൻ എന്താ പറഞ്ഞെന്നറിയോ? ഈ നാട്ടിലിരുന്ന് വരുന്നതിന് ഞാൻ ഭയങ്കരമായിട്ട് അഭിമാനം കൊള്ളുന്നു. രുചിനാം വൈജിത് പ്രിയ ത്രിജു കുട്ടിൽ ഞാനപ്പ ജിഷാൻ നിർണാം ഏക്കോ ഗമ്യ ത്വംസി പൈസ മന്നവി. എങ്ങനെയാണോ നദികൾക്കും കുളങ്ങൾക്കും തങ്ങളുടേതായ ഒരു ഗുണമുള്ളതോ, പക്ഷേ അവസാനം എല്ലാം പോയി ചേരുന്നത് കടലിലാണ്. അതേപോലെ തന്നെ നമ്മൾ മനുഷ്യന്മാർ നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടതുപോലെ തന്നെ നമ്മുടെ വഴികൾ നമ്മൾ തിരഞ്ഞെടുത്ത് നടക്കുന്നു. അവസാനം എല്ലാം ചേർന്ന് ഒരു സ്ഥലത്താണ് ചേരുന്നത്. ഇപ്പോഴാണ് എനിക്കൊരു ഓർമ്മ വരുന്നത്. ഞാനിത് ഖുറാനിൽ വായിച്ചിട്ടുണ്ട്. ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത്. കുള്ളുൻയാമിലകലാശാക്കിലെത്തി ഹൊസൂർ സസലത്തിൻ്റെ അടുത്ത് പറയുകയാണ്, ഇതൊക്കെ ഒന്ന് അറിയിച്ചേക്കാൻ. ഓരോരോ മനുഷ്യനും എന്തിനു വേണ്ടിയാണോ ജനിച്ചത് അതൊക്കെ അവൻ ചെയ്തേ പറ്റൂ. പ്രകൃതി ആന്തി പൂതാനി, അത് മഹാഭാരതത്തിലുള്ളതാ. ഏത് കലാചാരത്തിലാണോ അവൻ ജനിക്കുന്നത് ആ കാര്യം അവൻ ചെയ്തേ പറ്റൂ. ഈ മനുഷ്യന്മാരുടെ ഇടയിൽ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുവരാനേ പറ്റില്ല. ഒരച്ഛനും അമ്മയ്ക്കും ജനിച്ച 2 കുട്ടികളുടെ ഇടയിൽ ഇത് കൊണ്ടുവരാൻ പറ്റില്ല. നമ്മുടെ മുഖങ്ങളൊക്കെ വേറെ വേറെയാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ സ്വാദ് വേറെ വേറെയാണ്. ഒരേ കുടുംബത്തിൽ തന്നെ ചിലർക്ക് ബാജരി ഇഷ്ടമാണ്, എനിക്ക് ബാജരി ഇഷ്ടമാണ്. ചിലർക്ക് ഗോതമ്പ് റൊട്ടി ഇഷ്ടമാണ്, ചിലർ ചപ്പാത്തി കഴിക്കില്ല, റൈസേ കഴിക്കുള്ളൂ. ഞാൻ വീണ്ടും പറയാണ്, നമ്മുടെ ഭാരതത്തിൻ്റെ കലാചാരം എന്നുള്ളത് വളരെ 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 പഴക്കം ചെന്നതാണ്. ഈ കൾച്ചറിനെ അടുത്ത കൾച്ചറുമായിട്ട് താരതമ്യപ്പെടുത്തി നോക്കരുത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ തന്നെ അതിൻ്റെ വൈവിധ്യങ്ങൾ അവർ ഒരിക്കലും അംഗീകരിക്കുന്നേയില്ല. സ്വാമി വിവേകാനന്ദൻ പറയുന്നു, ഞാൻ ക്രിസ്ത്യാനികളുടെ പള്ളിയിൽ പോയിരുന്ന് അവരുടെ കൂടെ ഞാൻ പ്രേ ചെയ്യുന്നു. ഞാൻ മുസ്ലിങ്ങളുടെ മസ്ജിദിലും പോവും, അവരുടെ കൂടെ നിന്ന് നിസ്കരിക്കുകയും ചെയ്യും. ഞാൻ ഹിന്ദുക്കൾ ഒരുപാട് ധ്യാനം ചെയ്യുന്നവരാണ്, ഞാൻ അവരുടെ അടുത്തും പോകും. ഞാൻ അവരുടെ കൂടെ ധ്യാനവും യോഗയും ചെയ്യും. നമുക്ക് ഇതിൽ ഒരു പ്രശ്നങ്ങളുമില്ല. ഇതെല്ലാം വഴിപാടിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. അതുമാത്രമല്ല, നമ്മൾ ആരെയാണ് വർഷിപ്പ് ചെയ്യുന്നത് അവന് വേറൊരു പേര് നൽകാൻ പറ്റില്ലല്ലോ. താങ്കൾ വളരെ മനോഹരമായി പറഞ്ഞു. കാലത്തിന്റെ ഒഴുക്കിനനുസരിച്ച് മാറ്റങ്ങൾ ഞാൻ സംഭവിക്കുന്നു. നിങ്ങൾക്ക് പഴയ ഹക്കിം പറഞ്ഞ ഒരു കാര്യം പറഞ്ഞു തരാം. ഇല്ല, ഇപ്പോഴല്ലേ നിങ്ങൾ പറഞ്ഞ കാര്യം ഞാൻ കൺഫ്യൂസ് ചെയ്യുകയാണെന്ന്. ഞാൻ ഖുറാനെ കോട്ട് ചെയ്യുകയാണ്. ഒരു വാക്ക് പോലും ഞാൻ തെറ്റായിട്ട് സംസാരിക്കില്ല. ഞാൻ എന്ത് പറഞ്ഞാലും ഖുറാനിലുള്ള എല്ലാ കാര്യങ്ങളും പറയും. പക്ഷെ ഞാൻ നിങ്ങളെ കൺഫ്യൂസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഖുറാനിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, ഇല്ലാ തസ്രീം യുവാസിഫും അസാബൻ അലീമ വയാസ്തബ്ദിൽ കൗമൻ ഹൈറക്കും ലായരക്കും സയൻ. നീ ഈ കാലചക്രത്തിൻ്റെ കൂടെ യാത്ര ചെയ്തില്ല എങ്കിൽ, കാലത്തിന് പോക്ക് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നീ മുൻപിൽ വേഗത്തിൽ പോയില്ല എങ്കിൽ അർത്ഥം മനസ്സിലായോ? ഞാൻ നദിയും വെള്ളമൊന്നുമല്ല പറഞ്ഞത്. ഇവിടെ ഏത് സ്ഥലമാണോ എന്ന് നീ മനസ്സിലെടുത്തിട്ട് നീ മുമ്പോട്ട് പോയില്ല എങ്കിൽ നീ ഒരുപാട് കഷ്ടങ്ങൾ ഇവിടെ അനുഭവിക്കേണ്ടി വരും. അതുമാത്രമല്ല, നീ ഇപ്പോൾ എവിടെയാണോ ഇരിക്കുന്നത് ആ സ്ഥാനത്ത് വേറൊരുത്തം വന്നിരിക്കും. അതെങ്ങനെയാ പറയുന്നതെന്ന് കേട്ടോ. ഇന്നക്കും ഫീ സമാനിൻ മൻ തരക്ക മിൻകും ഉസ്ത്ര മാ ഉമിര ബിഹി ഹലക്ക.
സുമ്മായാത്തി സമാനിൻ മൻ അമില മിൻകും ബി ഉസ്രി മാ ഉബിര ബിഹി നജ. ഇന്നത്തെ കാലഘട്ടത്തിൽ, അതായത് ഈ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ട് എത്ര സെൻസിറ്റീവ് ആണെന്ന് നോക്കിയേ. ഇന്നത്തെ സിറ്റുവേഷനിൽ നിന്നോട് എന്ത് ചെയ്യാനാണോ പറയുന്നത് അത് 10% പോലും ചെയ്തില്ല എങ്കിൽ അപ്പോൾ നീ ഹലാക്കായിടും, അതായത് നീ തോറ്റുപോകും. അതിനുശേഷം നീ വരാൻ പോകുന്ന കാലങ്ങളിൽ അതിൽ നീ 10% അച്ചീവ് ചെയ്യുകയാണെങ്കിൽ നിനക്ക് മോക്ഷം കിട്ടും. അതായത് ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടങ്ങളിൽ നീ മനസ്സിലാക്കിയാൽ മാത്രമേ നിനക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. അതിന് ചേർന്ന പോലെ തന്നെ എന്നെ വെറുതെ വിട്ടേക്ക്. ഇസ്ലാമിൻ്റെ പേരും പറഞ്ഞല്ലേ പാകിസ്ഥാൻ ഉണ്ടായത്. 1947 ഉണ്ടായി. 1962 വരേക്കും എത്ര വർഷമായി? 12 3 15 വർഷത്തിൽ ഇവരുടെ പേഴ്സണൽ ലോ ഇതൊക്കെ ഇസ്ലാമിന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ? അതും മാറ്റിയെടുത്തു, മുഴുവനായിട്ടും തന്നെ മാറ്റി. പണ്ഡിറ്റ് ജീവനോടുണ്ടായിരുന്നു. ഹിന്ദു കോഡ് ബില്ല് എപ്പോഴാണോ വന്നത് പണ്ഡിറ്റ് ജി പേടിച്ചുപോയി. പണ്ഡിറ്റ് നെഹ്റുവിൻ്റെ മനസ്സിലൊരു പേടിയുണ്ടായിരുന്നു, പാകിസ്ഥാൻ എനിക്കെതിരായിട്ട് ഒരു പ്രോപഗൻഡ ഉണ്ടാക്കുമെന്ന് വിചാരിച്ചിട്ട്. ഇതിനാണോ ഞാൻ സെപ്പറേഷൻ ചോദിച്ചത്? നമ്മുടെ ഭാരതത്തിലെ ധർമ്മം, പ്രാക്ടീസസ്, നമ്മുടെ കലാചാരം, നമ്മുടെ ഭാഷയ്ക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കും. ഇത് പണ്ഡിറ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ ഡോക്യുമെൻറ്റും ഉണ്ടല്ലോ. പക്ഷേ പണ്ഡിറ്റിൻ്റെ ജീവിതത്തിൽ ഇതേ പാകിസ്ഥാൻ 1962 ട്രിപ്പിൾ തലാഖ് ബാൻ ചെയ്തു. അതുമാത്രമല്ല, പോളിഗെയിമിംഗ്, മൾട്ടിപ്പിൾ മാരേജും ബാൻ ചെയ്തു. അതായത് പാകിസ്ഥാന് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മുടെ ധർമ്മം വിനോദ്